വണ്ടിയിൽ ഉരുളക്കിഴങ്ങ് വെച്ചോണ്ട് മാർക്കറ്റിൽ വരും. രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നാലും ഒരു ഉരുളക്കിഴങ്ങ് പോലും വിറ്റുപോകുന്നില്ല. ആകാശം ഇരുണ്ട് കയറി നല്ല ഇടിയും മിന്നലും, കൂട്ടത്തിൽ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. ദൈവമേ, ഇത്രയും നേരമായിട്ടും ഒരു ഉരുളക്കിഴങ്ങ് പോലും വിറ്റില്ലല്ലോ. മാത്രമല്ല എല്ലാ കിഴങ്ങും മഴ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് വിൽക്കും? മോഹൻ വിഷമത്തോടെ നനഞ്ഞ ഉരുളക്കിഴങ്ങും കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വരുന്ന വഴിക്ക് അവന്റെ കാല് കുഴിയിൽ വീണവും വീഴും. കാലിൽ നല്ല പരിക്കുമേക്കും. ആ പരിക്കുമായി മോഹൻ എങ്ങനെയൊക്കെ ഉന്തി ഉന്തി വീട്ടിലേക്ക് എത്തും. അവന്റെ കാലിൽ നിന്നും ഒരുപാട് രക്തം വരും. അതെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഈ മുറിവ് എങ്ങനെയാ വന്നത്? ഒരു കാര്യം മനസ്സിലാക്കൂ രേഖ, നമ്മുടെ ജീവിതം മോശമാണെങ്കിൽ പിന്നെ സംഭവിക്കുന്നതെല്ലാം മോശമായിരിക്കും. ഇതും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ വിഷമിക്കാതെ വസ്ത്രം മാറിയിട്ട് വാ, ഞാൻ അതിൽ മരുന്ന് പുരട്ടിത്തരാം. മോഹൻ ബെഡ് റെസ്റ്റിലായി പോകും. ആദ്യമൊക്കെ വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയൊക്കെ നടന്നു പോവും. രാവിലെ തൊട്ട് അവരൊന്നും കഴിച്ചിട്ടില്ല. 2 പിള്ളേരും വിഷമിച്ചിരിക്കുക. സങ്കടപ്പെട്ടിരിക്കുന്ന പിള്ളേരെ കണ്ട് രേഖ, എന്തു പറ്റി? എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കണേ? അമ്മ, അച്ഛന് ജോലിക്ക് പുറത്തു പോവാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ഒന്നും കഴിക്കാനില്ലല്ലോ. എനിക്ക് ഈ വിശപ്പ് എങ്ങനെ അടക്കണം എന്നറിയില്ല. വിശപ്പ് ഇങ്ങനെ എപ്പോഴെപ്പോഴും വരുവാ. പക്ഷേ ഒരു പ്രശ്നമില്ല അമ്മേ. അമ്മ വിഷമിക്കേണ്ട, ഞങ്ങൾ വെള്ളം കുടിച്ച് വിശപ്പ് തീർത്തോളാം. ഇത് കേട്ട് രേഖയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. അവള് ജോലി തപ്പി കുറെ നടന്നു. ഒരു ജോലി പോലും അവൾക്ക് കിട്ടിയില്ല. വിഷമത്തോടെ തിരിച്ചു വീട്ടിലേക്ക് വരും. ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമത്തോടെ ഇരിക്കുന്ന മോഹൻ പറയും, എൻ്റെ അസുഖം മാറാൻ ഇനി എത്ര ദിവസം എടുക്കുമോ. പക്ഷേ ഉരുളക്കിഴങ്ങുകളെല്ലാം വീട്ടിലിങ്ങനെ സൂക്ഷിച്ചാൽ അത് നശിച്ചു പോകുമെന്നുള്ള പേടിയുണ്ട്. ഭർത്താവ് പറയുന്നത് കേട്ട് രേഖയുടെ മനസ്സിലൊരു ഐഡിയ വന്നു. ഉരുളക്കിഴങ്ങ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ പോലും നമുക്ക് അധികം പൈസ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കുക, നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് സമൂസ ഉണ്ടാക്കിയാലോ എന്ന്. നിങ്ങൾക്കറിയാലോ നമ്മുടെ പിള്ളേർക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമൂസ എന്ത് ഇഷ്ടമാണെന്ന്. അതെ അമ്മ, അമ്മ സമൂസ ഉണ്ടാക്കി വിറ്റാലുണ്ടല്ലോ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ പറയുന്നത് വളരെ ശരിയാ. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ എരിവുള്ള സമൂസ ശരിക്കും കഴിക്കാൻ നല്ല രുചിയുള്ളതാണ്. എല്ലാരും പറഞ്ഞത് രേഖയ്ക്ക് സന്തോഷമായി. അവൾ അവളുടെ വെള്ളിമാല വിറ്റിട്ട് കുറച്ച് പൈസ കൊണ്ടുവരും. ആ പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് അടുത്ത ദിവസം ഉരുളക്കിഴങ്ങ് കൊണ്ട് അവൾ സമൂസ ഉണ്ടാക്കും. അതിന്റെ കൂട്ടത്തിൽ പുളിയും എരിവും ഉള്ള ചട്നിയും അതുകൊണ്ടേ മാർക്കറ്റിൽ വിൽക്കും. നിങ്ങളെ ഒരു സമൂസ തരുമോ? പിന്നെ ചട്നി കുറച്ചധികം ഇട്ടോളൂ. എത്ര സമൂസയ്ക്ക്? സാധാരണ സമൂസയല്ല ചേട്ടാ, മസാല സമൂസയാണ്. 10 രൂപയ്ക്ക് ഒരെണ്ണം. ആണോ? എങ്കിൽ 2 സമൂസ തരൂ. രേഖ പെട്ടെന്ന് തന്നെ മസാല സമൂസ കൊടുക്കും. കൊള്ളാം. ഈ സമൂസയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മഴയത്ത് ഈ സമൂസ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെയെങ്കിൽ ഒരു 4 സമൂസ പാക്ക് ചെയ്തോളൂ. അതിനെന്താ? അയാള് പറഞ്ഞ കാര്യം അടുത്തുള്ള ആൾക്കാർ കേൾക്കും. എല്ലാരും അവളുടെ സമൂസ കഴിക്കാൻ വരും. എല്ലാരും വാങ്ങുകയും ചെയ്യും. ആദ്യ ദിവസം തന്നെ അവളുടെ സമൂസ വിറ്റുപോകും. ഇത് കണ്ട് രേഖയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒരു ദിവസം അവള് മാർക്കറ്റ് സമൂസ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും കാലാവസ്ഥ പ്രശ്നമായി. ആ ദിവസം റിയയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, നല്ല മഴ പെയ്യാൻ പോവാന്നാ തോന്നുന്നത്. റിയ മോളെ, വണ്ടിയുടെ അടിയിൽ ടാർപോളിൻ ഉണ്ട്, അതൊന്ന് എടുത്തു തന്നെ. അമ്മ ഇപ്പൊ തരാലോ. അവൾ അപ്പൊ തന്നെ ടാർപോളിൻ കെട്ടുകയും ചെയ്യും. അപ്പോഴേക്കും നല്ല മഴ പെയ്യുകയും ചെയ്യും. അമ്മ, ഇടിയും മിന്നലും കേട്ടിട്ട് എനിക്ക് പേടിയാവണം അമ്മ. മഴ നല്ലോണം ഭീകരമായി വരികയായിരുന്നു. നല്ല മഴ കാരണം അവൾക്കും തടയാനായില്ല. മഴവെള്ളം അവളുടെ സമൂസയിൽ വീഴാൻ തുടങ്ങി. സമൂസ മുഴുവൻ വെള്ളം കയറിപ്പോയി. അന്നേ ദിവസം വീട്ടിൽ വരും. അടുത്ത ദിവസം രേഖ അവളുടെ ഉന്തുവണ്ടി നല്ല രീതിയിൽ കെട്ടിയിട്ട് മാർക്കറ്റിൽ സമൂസ വിൽക്കാനായിട്ട് ഇറങ്ങും. എന്റെ ദൈവമേ, ഇന്നലെ മുഴുവൻ നഷ്ടമായിരുന്നു എനിക്ക്, ഇന്ന് നഷ്ടം ഉണ്ടാവല്ലേ. അപ്പോഴേക്കും പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്ന് അവളുടെ ഉന്തുവണ്ടിയുടെ മേൽ ഒരു മരം അങ്ങ് വീഴും. അവളുടെ ഉന്തുവണ്ടി അങ്ങനെ നാശമായി. എന്റെ ദൈവമേ, പാവപ്പെട്ടവരെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലേ. എന്റെ ഉന്തുവണ്ടി പോയി. ഇനി ഞാൻ എങ്ങനെ സമൂസ ഉണ്ടാക്കി വിൽക്കും? അടുത്ത കുറച്ചു ദിവസം രേഖ വീട്ടിൽ തന്നെ നിൽക്കും. പിന്നീട് ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കും. അയാള് വഴിനീളെ നടന്ന് ജാമുൻ വിൽക്കുകയായിരുന്നു. അത് കണ്ട് അവൾക്കൊരു ഐഡിയ തോന്നി. അവളും തലയില് സമൂസ വെച്ച് വഴിയിൽ വിൽക്കാൻ നടക്കും. കൊട്ടയാണെങ്കിൽ മുഴുവനും കെട്ടിപ്പൂട്ടിയാണ് കൊണ്ടുപോകുന്നതും. നല്ല മഴ പെയ്യാൻ തുടങ്ങാൻ പോയായിരുന്നു. കുടുംബം നന്നായി നോക്കാൻ വേണ്ടി രേഖ അതൊന്നും നോക്കാതെ തന്നെ മഴയത്ത് നടന്ന് സമൂസ വിൽക്കാൻ തുടങ്ങി.
മോൻ മോണ്ടൂനും അവളുടെ കൂടെ സമൂസ വിൽക്കാൻ പോണെന്ന് വാശി. അവനും അമ്മയുടെ കൂടെ അങ്ങ് ഇറങ്ങി. മഴയത്ത് നനഞ്ഞു നനഞ്ഞ് ഓരോ സ്ഥലത്തും പോയി സമൂസ വിൽക്കാൻ തുടങ്ങി. കൊട്ട അവര് നല്ല രീതിയിൽ അടച്ചു വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് സമൂസ ചീത്തയായില്ല. മഴയത്ത് മോണ്ടു നല്ല രീതിയിൽ നനഞ്ഞതുകൊണ്ട് അവന് വയ്യാണ്ടായി. മോണ്ടു നല്ല രീതിയിൽ തുമ്മാൻ തുടങ്ങി. മോണ്ടു, നീ നല്ല രീതിയിൽ തുമ്മുന്നുണ്ട്. മഴയത്ത് ഇനി മൂലം നീ ജോലിക്ക് വരണ്ട. അമ്മ ഇതെല്ലാം വിറ്റിട്ട് അങ്ങ് വന്നോളാം മോനെ. അടുത്ത ദിവസം രേഖ വഴിയിൽ കൊണ്ടു നടക്കാതെ റെയിൽവേയിലെ പ്ലാറ്റ്ഫോമിൽ വിൽക്കാൻ തുടങ്ങി. അവിടെ എല്ലാവരും വന്ന് അവളുടെ സമൂസ തിന്നാൻ തുടങ്ങി. എല്ലാവർക്കും അവളുടെ സമൂസ ഒരുപാട് ഇഷ്ടമായി. അവൾക്ക് അതുകൊണ്ട് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി. സഹോദരി, നിങ്ങളുടെ എരിവുള്ള സമൂസ ഉണ്ടല്ലോ, സത്യത്തിൽ ഭയങ്കര ടേസ്റ്റാ. എനിക്ക് 2 സമൂസയും ചട്നിയും കൂടി തന്നോളൂ. രേഖ ഇപ്പൊ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി. ആ പൈസ അവള് സൂക്ഷിച്ചു വെക്കാനും തുടങ്ങി. അപ്പുറത്തെ ഇപ്പുറത്തെ കടകളുടെ കച്ചവടമൊക്കെ കുറഞ്ഞു, കാരണം അവൾക്ക് നല്ല കച്ചവടമായിരുന്നു. ഇപ്പൊ ചന്തു സമൂസയുടെ കടയിൽ നിന്ന് ആരും സമൂസ കഴിക്കാറില്ല. ആ സ്ത്രീ എരിവുള്ള സമൂസ വിൽക്കാൻ തുടങ്ങിയ അന്നു മുതൽ എൻ്റെ കച്ചവടം കുറഞ്ഞിരിക്കുക. ഒരു ഐഡിയ ഉണ്ട്. അവൾക്ക് ഇവിടെ ജോലി കൊടുക്കാം. അപ്പോൾ കഷ്ടപ്പാട് മുഴുവൻ അവൾക്കും ലാഭം മുഴുവൻ എനിക്കും. അതും ആലോചിച്ച് അയാൾ രേഖയുടെ അടുത്ത് പോയി ഈ കാര്യം പറയും. പക്ഷെ അവൾ അതിന് വേണ്ടെന്ന് പറയും. രേഖ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചന്തു അവന്റെ ആൾക്കാരെ കള്ള പോലീസായിട്ട് അവളുടെ അടുത്തേക്ക് വിടും. ഇവിടെ നിന്ന് പോ, ഇവിടെ സമൂസ വിൽക്കാൻ പറ്റില്ല. അതെന്തിനാ സാർ? ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും അവിടെ ശരിക്കുള്ള പോലീസുകാരൻ വരും. രേഖയുടെ കയ്യിൽ നിന്നും എന്നും സമൂസ കഴിക്കുന്ന ആളായിരുന്നു. ആ പോലീസുകാരൻ കള്ള പോലീസുകാരെ പിടിക്കുകയും ചെയ്യും. ക്ഷമിക്കണം സാർ, ഞങ്ങൾ ആ കടക്കാരൻ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. രേഖയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സമൂസ വിൽക്കാൻ പറ്റും. കുറച്ചു കഴിയുമ്പോൾ മോഹന്റെ ആരോഗ്യം വീണ്ടും കിട്ടും. മോഹനും രേഖേനെ സഹായിക്കാൻ തുടങ്ങും. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങി. ഒരുപാട് വരുമാനം വന്നു അവർക്ക്. അങ്ങനെ അവർ നല്ലൊരു വീടും വെക്കുകയും ചെയ്യും. അതിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും. സുലേഖയുടെ കല്യാണം കഴിഞ്ഞ് 2 ദിവസമായി. ഈ 2 ദിവസത്തിൽ അവളോട് എല്ലാവരും നല്ല സ്നേഹത്തോടെ സംസാരിച്ചത്. പിന്നെ അവളുടെ ഭർത്താവ് സുരേഷ് ആണെങ്കിൽ അവളുടെ സ്നേഹത്തിന് പ്രാന്തനായിരുന്നു. സുലേഖ സ്വപ്നത്തിലായിരുന്നു ജീവിച്ചത്. പക്ഷെ രാത്രി അവളോട് കെട്ടിയവൻ അവളോട് പറയും, സുലേഖ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി. എന്നാൽ നീ ഇതുവരെയും കിച്ചണിൽ കാല് വെച്ചിട്ടില്ലല്ലോ. അത് പിന്നെയില്ലേ, പുതിയ വീടൊക്കെയല്ലേ, അപ്പൊ ഇത്തിരി മനസ്സിലാക്കാനൊക്കെ ഇത്തിരി സമയം വേണല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉടനെ തന്നെ കയറിക്കൊള്ളാം. വളരെ പെട്ടെന്നല്ല, നാളെ തന്നെ നീ കിച്ചണിൽ പോണം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ഉണ്ടാക്ക്. ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ നീ നൂഡിൽസ് സ്വാദിഷ്ടമായി ഉണ്ടാക്കിയിരുന്നു. നാളെ അത് തന്നെ ഉണ്ടാക്കൂ. ഇത് കേട്ടതോടെ അവൾ അങ്ങ് ഞെട്ടിപ്പോയി. മനസ്സിൽ തന്നെ അവൾ പറഞ്ഞു, ഞാനിങ്ങേരോട് എന്താണ് പറയേണ്ടത്? എനിക്കാണെങ്കിൽ ആഹാരം പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അവൾ ആ പഴയ കാര്യം ആലോചിച്ചു. ശരിക്കും പറഞ്ഞ അവൾ ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ അവളുടെ അമ്മ അവളോട് പറഞ്ഞു, ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അവരെങ്ങാനാ നിന്നോട് ആഹാരം ഉണ്ടാക്കണ കാര്യം ചോദിച്ചാൽ നിനക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാന്നേ പറയാവുള്ളൂ. ശരി അമ്മ. സുലേഖ ഒരുങ്ങിക്കെട്ടി അവരുടെ മുമ്പിൽ അങ്ങിരുന്നു. സുലേഖയുടെ അമ്മ റെസ്റ്റോറന്റിൽ നിന്നും എല്ലാ ആഹാരം മേടിച്ച് മേശയിൽ വെച്ചു. അപ്പോൾ വിമല പറഞ്ഞു, എന്റെ അമ്മേ, ഇത്ര ആഹാരമോ? അതേന്നേ, ഇതെല്ലാം ഉണ്ടാക്കിയത് എന്റെ മോളാണ്. ഒന്ന് കഴിച്ചു നോക്കിക്കേ. റെസ്റ്റോറന്റിലെ ചോമീൻ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവര് പറയാണ്, വാവ്, നൂഡിൽസ് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതെ മോനെ, നിനക്കിനി എന്നും ചൗമീൻ തിന്നാലോ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. സുരേഷ് ആണെങ്കിൽ ചൗമീൻ തിന്നാൻ വാശി പിടിക്കുന്നു. അടുത്ത ദിവസം സുലേഖ ഉറക്കമെണീറ്റപ്പോൾ ഏട്ടത്തി വന്ന് അവളോട് പറഞ്ഞു, സുലേഖ, പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചൗമീൻ ഉണ്ടാക്ക്. സുരേഷ് ആണെങ്കിൽ കാത്തിരിക്കുക തിന്നാൻ. ആ സുലേഖ, വേഗം നൂഡിൽസ് ഉണ്ടാക്കൂ. എനിക്ക് വളരെ വിശക്കുന്നു. സുലേഖ ശരിക്കും പേടിച്ചുപോയി. അടുക്കളയിൽ പോയിട്ട് അവളുടെ അമ്മേനെ ഫോൺ ചെയ്തു. എന്തു പറ്റി മോളെ? രാവിലെ തന്നെ എന്താ നീ വിളിച്ച? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ആകെ പ്രശ്നമായമ്മ. ഇവിടെ എല്ലാരും എന്നോട് ചൗമീൻ ഉണ്ടാക്കാൻ പറയണേ. എന്തിനാ അന്ന് കള്ളം പറഞ്ഞത്? അങ്ങനെ കള്ളം പറയാതെ പിന്നെ കാര്യം നടക്കുമായിരുന്നോ? ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല എന്നറിഞ്ഞാലേ അവര് നിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു ഒരിക്കലും. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പൊ എനിക്കല്ലേ അമ്മ പണി കിട്ടണേ. ഞാൻ എങ്ങനെ ഈ ചൗമീൻ ഉണ്ടാക്കുന്നേ? വളരെ എളുപ്പമാണ് മോളെ. ചൗമീന്റെ പാക്കറ്റിൽ നിന്നും ചൗമീൻ എടുത്ത് തിളച്ച വെള്ളത്തിലോട്ട് വേവിക്കാൻ വെക്കുക. പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നല്ല ഫ്രൈ ചെയ്ത് എടുക്കുക എണ്ണയില്.
അപ്പോഴേക്കും സുലേഖയുടെ അമ്മായി അവിടെ വരുന്നു. അവൾക്ക് ഫോൺ കട്ട് ചെയ്യേണ്ടി വന്നു. ഓ, നീ ചൗമീൻ ഉണ്ടാക്കുവാണോ മോളെ? ആ ഉണ്ടാക്ക്. അന്നുണ്ടാക്കിയ ചൗമീന്റെ ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. അത്രയ്ക്ക് നന്നായിട്ടുണ്ടാക്കി നീ. നന്ദിയുണ്ടമ്മ. പക്ഷേ എന്ത് പക്ഷേ? എന്തെങ്കിലും സഹായം വേണോ നിനക്ക്? അയ്യോ, സഹായം ഒന്നും വേണ്ട, ഞാൻ ചെയ്തോളാം അമ്മ. ശരി മോളെ, നീ അത് ചെയ്യൂട്ടോ. ഇങ്ങനെ പറഞ്ഞ വിമല അവിടുന്ന് പോയി. അവള് ഫോൺ നോക്കിയപ്പോ ഫോണിന്റെ ബാറ്ററി തീർന്നു. ഓ എന്റെ ദൈവമേ, ഈ സമയത്താണോ ഈ ബാറ്ററിയൊക്കെ തീരുന്നത്? അമ്മ എന്താ പറഞ്ഞത്? ചൗമീനെ തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കണമെന്ന്. എന്നാ ഞാൻ അത് തന്നെ ആദ്യം ചെയ്യാം. സുലേഖ ശരിക്കും വിയർത്ത് കുളിച്ചിരുന്നു. പക്ഷെ എന്നിട്ട് സുലേഖ അത് തോറ്റു കൊടുത്തില്ല. ചൗമീൻ പാക്കറ്റിൽ നിന്നെടുത്ത് അവൾ തിളച്ച വെള്ളത്തിൽ ഇട്ടു. ചൗമീൻ വേവുന്ന സമയം കൊണ്ട് ഞാൻ പോയി പച്ചക്കറി അരിയാം. എന്തൊക്കെയാ വേണ്ട? ബീൻസും സവാളയും. അത്ര എന്തായാലും എനിക്ക് അറിയാം. സുലേഖ ക്യാരറ്റ് അരിയാൻ തുടങ്ങുകയായിരുന്നു. ഒരു കയ്യിൽ ക്യാരറ്റും ഒരു കയ്യിൽ കത്തിയും. ക്യാരറ്റ് അരിയുന്ന സമയം കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് തെന്നി ക്യാരറ്റ് തട്ടി പാത്രം താഴത്തോട്ട് വീണു. എല്ലാ പാത്രവും താഴത്തോട്ട് വീണു. പാത്രം വീണയുടെ ശബ്ദം കേട്ട് സാവിത്രിയും വിമല അവിടെ എത്തി. എന്ത് പറ്റി മോളെ? എന്താ പാത്രം തട്ടി വീണ ശബ്ദം കേട്ടെ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ സുലേഖ? അതൊന്നുമില്ല ചേച്ചി, എന്റെ കൈ തട്ടിയിട്ട് പാത്രം വീണതാണ്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ അവിടെ പോയിരുന്നോളൂ, ഞാൻ ചൗമീൻ ഉണ്ടാക്കിയിട്ട് വരാം. വിമലയും സാവിത്രി അവിടുന്ന് പോയി. സുലേഖ പാടുപെട്ടാണ് ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരുന്നത്. ക്യാരറ്റ് ആണെങ്കിൽ അവൾ വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞത്. അതേ കണക്കിന് അവള് ബീൻസും അത്രയും വലുപ്പത്തിൽ അരിഞ്ഞു. സവാള അരിയാൻ തുടങ്ങിയപ്പോൾ അവളുടെ കിളി അങ്ങ് പോയി. സവാള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ കണ്ണീന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ഇതെന്ത് കഷ്ടമാ! ഇതിനേക്കാളും നല്ലത് ഞാൻ കല്യാണത്തിന് മുൻപേ ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു. എനിക്ക് വീട്ടിൽ പോണം. എന്നെ അമ്മ തിരിച്ചു കൊണ്ടോ? ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? കല്യാണം കഴിഞ്ഞു പോയില്ലേ? ജോലിയും ചെയ്തേ പറ്റുള്ളൂ, ആഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇതൊക്കെ ആലോചിച്ച് സുലേഖ വീണ്ടും ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് നേരെ ചൗമീനിലോട്ട് നോക്കി. അവള് ശരിക്കും ശ്രദ്ധ കൊടുക്കാത്തോണ്ട് ചൗമീൻ ശരിക്കും വെന്തങ്ങ് പോയി. ഇതെന്താ പണി പറ്റിയത്? ചൗമീനായിട്ട് തോന്നില്ലല്ലോ, ഇത് വല്ല പായസം പോലെ ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? പുറത്തുനിന്ന് സുരേഷ് വിളിച്ചു. സുലേഖ, ഇനിയും എത്ര നേരം വേണം? എനിക്ക് ജോലിക്ക് പോണം. ഇപ്പൊ തന്നെ തരാം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. സുലേഖ വെന്തു പോയ ചൗമീന്റെ അകത്ത് ആ പച്ചക്കറി അരിഞ്ഞത് മുഴുവൻ ഒരു എണ്ണ പോലും ഇടാണ്ട് അങ്ങനെ കുഴച്ചുകൊണ്ടിരുന്നു. ഉണ്ടാക്കിയ സാധനം കണ്ട് അവക്ക് തന്നെ സർദിലി വന്നു. ഇത് കാണാൻ ശരിക്കും ചാണകം പോലെ ഉണ്ടല്ലോ. എന്റെ ദൈവമേ, ഇന്ന് നീ എന്നെ രക്ഷിക്കണേ. സുലേഖ ഉണ്ടാക്കിയ ആഹാരം കൊണ്ട് ടേബിളിലങ്ങ് കൊണ്ടുവച്ചു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. വാവ്, എത്ര അടിപൊളിയായി ഉണ്ടാക്കി. അതെ മോളെ, കാണാൻ നല്ല രസമുണ്ട്. ഇനി അറിയില്ല, കഴിക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ശരിയാണമ്മ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ബാ. എല്ലാരും ചൗമീൻ കഴിക്കാൻ തുടങ്ങി. സുലേഖയുടെ നെഞ്ചിടിപ്പ് കൂടി. എങ്ങനെയുണ്ട് ആഹാരം? വളരെ നന്നായിട്ടുണ്ട്. നീയും കഴിക്ക്. ഇരിക്കെ, നിനക്ക് ഞാൻ വാരിത്തരാം. സുരേഷ് അവന്റെ കൈകൊണ്ട് തന്നെ അവൾക്ക് ചൗമീൻ വാരിക്കൊടുത്തു. ചൗമീൻ സുലേഖയുടെ വായിലെത്തിയപ്പോ തന്നെ അവളുടെ കിളി അങ്ങ് പോയി. അവൾ ആ ചൗമീൻ തുപ്പിക്കളഞ്ഞു. എന്ത് വൃത്തികെട്ട ചൗമീനാണ്! നിങ്ങളിതെല്ലാരും എന്തിനാ കഴിക്കുന്നത്? എന്നോട് എല്ലാരും ക്ഷമിക്കണം. ഞാൻ കള്ളവോ പറഞ്ഞ, എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല. കല്യാണം നടക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഇത് കേട്ടതോടെ എല്ലാരും ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് അറിയായിരുന്നു മരുമോളെ, നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. എന്താ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ശരിക്കും? അന്ന് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്തെ ഞങ്ങളൊരു റെസ്റ്റോറന്റിൽ നിന്ന് ചൗമീൻ വാങ്ങിച്ചിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അതേ സ്വാദ് കിട്ടിയിരുന്നു. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് പാചകം അറിയില്ല എന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? എന്റെ മോളെ, ആഹാരം ഉണ്ടാക്കണം, അത് ശരി തന്നെ. അതിപ്പോ കല്യാണത്തിന് മുമ്പ് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിച്ചത്. നിങ്ങളെല്ലാവരും എന്ത് നല്ല മനുഷ്യരാണ്. ഞാൻ ഇന്ന് തൊട്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചോളാം. വരൂ സുലേഖ, ഞാൻ നിന്നെ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാലോ. അങ്ങനെ സാവിത്രി സുലേഖനെ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുലേഖ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചു. അവൾ നല്ല സ്വാദിഷ്ടമായ ചൗമീൻ ഉണ്ടാക്കാനും പഠിച്ചു. അങ്ങനെ സന്തോഷത്തോടെ അവൾ അവരുടെ കൂടെ ജീവിച്ചു. Thanks for watching.